ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 9 നടക്കും. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം ഇറക്കി. നേരത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ്. നേരത്തെ റിട്ടേണിംഗ് ഓഫീസറായി രാജ്യസഭാ സെക്രട്ടറി ജനറൽ PC മോദിയെ നിയമിച്ചിരുന്നു. രാജ്യസഭയിൽ എംപിമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നടുത്തളത്തിൽ CISF ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതിനെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത്. പ്രതിപക്ഷ പ്രതിഷേധം കനത്തതോടെ രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണ പ്രതിസന്ധി വിവാദത്തിൽ വഴിത്തിരിവ്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ കാണാതായതിനു പുറമെ യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളിൽ ചിലതിന് ബോധപൂർവം വരുത്തിയതായും ഉപസമിതിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. അതേസമയം അച്ചടക്ക ലംഘനം ഉണ്ടായതിനാൽ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടി അനിവാര്യമെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. ആരോഗ്യവകുപ്പിനെ പ്രതിരോധത്തിലാക്കിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വിവാദ വെളിപ്പെടുത്തലിനെ തുടർന്ന് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടേതാണ് നിർണായക കണ്ടെത്തൽ. 20 ലക്ഷം രൂപ വില വരുന്ന ഓസിലോസ്കോപ്പ് എന്ന ഉപകരണം യൂറോളജി വിഭാഗത്തിൽ നിന്ന് കാണാതായതായും ചില ഉപകരണങ്ങൾ ബോധപൂർവം കേടാക്കിയതായും പോലീസ് അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിലുണ്ട്. ഇക്കാര്യം ആരോഗ്യമന്ത്രിയും സ്ഥിരീകരിച്ചു. ഡോക്ടർ ഹാരിസിനെതിരെയുള്ളത് സ്വാഭാവിക നടപടിയെന്നും അച്ചടക്ക ലംഘനം ഉണ്ടായെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. സിസ്റ്റം എററെന്ന് ആദ്യം പ്രതികരിച്ച മന്ത്രിയാണ് ഉപസമിതി റിപ്പോർട്ടിന് പിന്നാലെ നിലപാട് മാറ്റിയത്. അത് സമിതിയും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇന്നലെ ഇതില് അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണല്ലോ. ഈ നോട്ടീസ് അങ്ങനെയൊന്നും ഇത് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമം മാത്രമാണ്. അല്ല അങ്ങനെയല്ലല്ലോ. ഇതിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അങ്ങനെ ഒരു കാര്യം ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ സമിതി വെക്കില്ലല്ലോ. അല്ല അതിലെന്താ അദ്ദേഹം പിന്നീട് പറഞ്ഞതൊന്നും ഞാൻ കമന്റ് ചെയ്തില്ല. ഈ ചെയ്തത് നടന്നത് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ച നടപടിയാണ്. അത് ഡിപ്പാർട്ട്മെന്റ് നടപടിയാണ്. അത് റൊട്ടീൻ ആയിട്ടുള്ള നടപടിയാണ്. അതേസമയം DME വിശദീകരണം തേടിയതിനെക്കുറിച്ചുള്ള പ്രതികരണത്തിനിടെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ വികാരാധീനനായി. സമിതി റിപ്പോർട്ടിൽ എന്താണെന്നറിയില്ലെന്നും കത്ത് കൊടുത്ത കാലയളവിൽ ഉപകരണങ്ങൾ കിട്ടിയിട്ടില്ലെന്നും ഡോക്ടർ ഹാരിസ്. കത്തടിക്കാനുള്ള പേപ്പർ വരെ താൻ പൈസ കൊടുത്താണ് വാങ്ങിയത്. ഇതൊക്കെ പറയാൻ നാണക്കേടുണ്ടെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ വൈകാരികമായി പ്രതികരിച്ചു. വിദഗ്ധ സമിതിക്ക് അത് മനസ്സിലായോ എന്തോന്ന് അറിയില്ല. അതെന്തായാലും അത് എല്ലാവരും മനസ്സിലാക്കണം. അത് ഇതിനകത്ത് സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഇതിനകത്ത് വരേണ്ട കാര്യമില്ല. സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അല്ല ഇതിന്റെ കാരണം. സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അതിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. ഒരു പൗരന്റെ ജീവിതത്തിനെ സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണവശാലും അഫക്ട് ചെയ്യാൻ പാടില്ല. അതേസമയം ഡോക്ടർ ഹാരിസ് ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണോ വിലപിടിപ്പുള്ള ഉപകരണം കാണാതായതെന്നതിലും കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്ന ഉപകരണങ്ങൾക്ക് കേടുപാട് സംഭവിച്ചതെന്ന കാര്യത്തിലും ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്ത് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേസിൽ മുഖ്യപ്രതി സെബാസ്റ്റ്യനെതിരെ ഐഷ തിരോധാന കേസിലും നിർണായക വെളിപ്പെടുത്തൽ. ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നതായും സെബാസ്റ്റ്യന് നൽകിയ പണം വാങ്ങാൻ പോയ ദിവസമാണ് ഐഷയെ കാണാതായതെന്നും സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്ത് റോസമ്മ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. ഈ വിവരം ചേർത്തല പോലീസിനെ അറിയിച്ചെങ്കിലും അന്വേഷണം ഉണ്ടായില്ലെന്നും റോസമ്മ പറഞ്ഞു. 2006 ബിന്ദു പത്മനാഭൻ, 2012 ഐഷ, 2024 ഡിസംബറിൽ ജൈനമ്മ. പള്ളിപ്പുറത്ത് വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേസിലെ മുഖ്യപ്രതി സെബാസ്റ്റ്യന് വാർനാട് ഐഷ തിരോധാന കേസിലും നിർണായക പങ്കുണ്ടെന്ന വെളിപ്പെടുത്തലാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഐഷയും സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്തായ റോസമ്മ. സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ സൗഹൃദമുണ്ട്. ഐഷയെ കാണാതാകുന്നത് 4 സെന്റ് സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നതിനായി തീരുമാനിച്ചതിന്റെ തലേ ദിവസം. സെബാസ്റ്റ്യന്റെ കയ്യിലുണ്ടായിരുന്ന തന്റെ പണം തിരികെ വാങ്ങാൻ പോയ ഐഷയെ പിന്നെ ആരും കണ്ടിട്ടില്ല. അതിന് പോകാം പിന്നെ കണ്ടിട്ടില്ല. വന്ന് തന്നെ 3 പ്രാവശ്യം എന്നെ വിളിച്ചു. ഞാനൊരു വന്നപ്പോൾ തൊട്ടൊരു 5-8 പ്രാവശ്യം എല്ലാം തിരിച്ചു വിളിച്ചു, എടുത്തില്ല. പിറ്റേ ദിവസവും ഞാൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്നു, ഫോൺ എടുത്തില്ല. സ്ഥലം വാങ്ങാൻ വായ്പയെടുത്തും ചിട്ടുപിടിച്ചും ഐഷ കണ്ടെത്തിയ തുക മുഴുവൻ വീട്ടിലുണ്ടായിരുന്നില്ലെന്ന് കാണാതായ ശേഷം മക്കൾ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. കാണാതാകുന്നതിന് മുൻപ് ഐഷയും സെബാസ്റ്റ്യനും ഒരു ദിവസം മുഴുവൻ തന്റെ വീട്ടിലുണ്ടായിരുന്നു. തന്റെ അനുമതിയില്ലാതെ JCB കൊണ്ട് പുതുതായി വാങ്ങിയ പുരയിടം അവർ തെളിച്ചു. സ്ത്രീകളെ സ്നേഹം നടിച്ച് വലയിലാക്കുന്നയാളാണ് സെബാസ്റ്റ്യൻ.
പണം ചോദിക്കാൻ പോയ ഐഷയെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകും. താൻ രക്ഷപ്പെട്ടത് ഭാഗ്യത്തിന്. കാണാതായ ദിവസവും ശേഷവും പലതവണ ഐഷയുടെ ഫോണിൽ നിന്നും കോളുകൾ വന്നു. എടുത്താൽ സംസാരിക്കുകയില്ല, തിരിച്ചു വിളിച്ചാലും അങ്ങനെ തന്നെ. നേരെ പറഞ്ഞു ഇതേ ഐഷയുടെ കോളാന്ന് പറഞ്ഞ് എടുത്ത് കാണിച്ചു. അവർ നോക്കുകയും ചെയ്തു. അവരെന്നാ ചെയ്തു? ചേർത്തല പോലീസ് സ്റ്റേഷനായിരുന്നു. അതെ അതെ, അവരത് അന്വേഷിച്ചില്ലായിരിക്കും, അല്ലെങ്കിൽ അതിന് മറുപടി കിട്ടുകയില്ലാനോ. സ്ഥലം വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാണ് ഭൂവുടമയായ റോസമ്മയെ സെബാസ്റ്റ്യൻ ആദ്യം സമീപിക്കുന്നത്. പിന്നീട് സൗഹൃദത്തിലാക്കി വിവാഹാഭ്യർത്ഥന നടത്തി. ഇതിനിടെയാണ് ഐഷയുടെ കടന്നുവരവും തിരോധാനവും. ബിന്ദു പത്മനാഭൻ തിരോധാന കേസിന് ശേഷമാണ് റോസമ്മയുമായി അടുപ്പത്തിലാകുന്നത്. ബിന്ദു എവിടെയെന്ന് ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. JCB ഉപയോഗിച്ച് തന്റെ പറമ്പ് സെബാസ്റ്റ്യൻ വൃത്തിയാക്കി എന്നതുൾപ്പെടെയുള്ള വെളിപ്പെടുത്തൽ കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഈ 3 സ്ത്രീകളുടെയും തിരോധാനത്തിൽ സെബാസ്റ്റ്യന് ബന്ധമുണ്ടെന്ന സൂചനകൾക്ക് ബലം നൽകുന്നതാണ് വെളിപ്പെടുത്തലുകൾ ഓരോന്നും. സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധം ഐഷ പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. കാണാതാകുന്നതിന് തൊട്ടു മുമ്പ് സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു ഐഷ. ആ ഒരു പോക്കാണ് പിന്നീട് അവരുടെ തിരോധാനത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ അതിനകത്ത് കൃത്യമായി പങ്കുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇവർ ഓരോരുത്തരും സംശയിക്കുന്നത്. ചേർത്തല ശാസ്തൻ കവലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. സ്കൂൾ വേനൽ അവധി മാറ്റം എല്ലാവരോടും ആലോചിച്ച് മാത്രമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അടിച്ചേൽപ്പിക്കുന്ന തീരുമാനം ഉണ്ടാകില്ലെന്നും മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. ഏത് തീരുമാനമെടുത്താലും കുട്ടികൾക്ക് ഗുണകരമാകണം, ഒരു നിർബന്ധവുമില്ല, എല്ലാവരും കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു സ്കൂളിനെയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. സർക്കാർ ശമ്പളം വാങ്ങുന്നവർ സർക്കാർ ഉത്തരവുകൾ പാലിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. സ്കൂൾ അവധി മാറ്റത്തിൽ എല്ലാവരുമായി കൂടി ആലോചിച്ച് അഭിപ്രായം പറയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വെച്ചത് നല്ല കാര്യം, അതിലൊരു തെറ്റുമില്ലെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു. കുട്ടികൾക്ക് അവധി കൊടുക്കേണ്ടി വന്നു, കനത്ത മഴയായതുകൊണ്ട്. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി റാപ്പർ വേടൻ ഹൈക്കോടതിയിൽ. മുൻകൂർ ജാമ്യാപേക്ഷ ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ഇന്നലെയാണ് വേടനെതിരെ തൃക്കാക്കര പോലീസ് FIR ഇട്ടത്. കോട്ടയം സ്വദേശിനിയായ യുവ ഡോക്ടറുടെ പരാതിയിലാണ് കേസ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ച് ഹൈക്കോടതി. ദുരന്തം നടന്നിട്ട് 1 വർഷം കഴിഞ്ഞെന്നും ഇതുവരെ തീരുമാനമെടുക്കാനായില്ലെന്നും കേന്ദ്രത്തോട് ഹൈക്കോടതി ചോദിച്ചു. ഓഗസ്റ്റ് 13-നകം തീരുമാനം അറിയിക്കാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. തീരുമാനം എന്തായാലും കേന്ദ്ര സർക്കാർ ഉടൻ അറിയിക്കണമെന്നും അതനുസരിച്ച് സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാനാകുമെന്നും സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ കോടതിയെ അറിയിച്ചു. ഭരണാനുമതി ലഭിച്ച 104 കോടി രൂപ 18 പദ്ധതികൾക്കായി വിനിയോഗിക്കുമെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകി. വിവിധ രാജ്യങ്ങൾക്കുമേൽ പകരച്ചുങ്കം ചുമത്താനുള്ള തീരുമാനം നീട്ടിവെച്ച അമേരിക്ക. പുതിയ വ്യാപാര കരാറുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനാലാണ് തീരുമാനം. ഇന്ത്യ 5 തവണ ചർച്ചകൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. ഓഗസ്റ്റ് 1-നകം അമേരിക്കയുമായി പുതിയ വ്യാപാര കരാറിൽ ഒപ്പിടാനാകാത്ത രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്തുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ഇതനുസരിച്ച് 70ഓളം രാജ്യങ്ങളുടെ പുതുക്കിയ തീരുവ പട്ടിക വൈറ്റ് ഹൌസ് വ്യാഴാഴ്ച പുറത്തുവിട്ടു. അതേസമയം പല രാജ്യങ്ങളും അമേരിക്കയുമായി ചർച്ചകൾ തുടരുകയാണ്. US-ന്റെ അടുത്ത വ്യാപാര പങ്കാളികളായ യൂറോപ്യൻ യൂണിയനും UK-യും ജപ്പാനും പുതിയ കരാറിൽ എത്താനുള്ള ശ്രമത്തിലാണ്. ചൈനയും മെക്സിക്കോയുമായും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഇന്ത്യയുമായി ഓഗസ്റ്റ് പകുതിയോടെ 6ാം വട്ട ചർച്ചകൾ നടത്താനാണ് നിലവിലെ തീരുമാനം. ഇതോടെയാണ് ഓഗസ്റ്റ് 1-ന് നടപ്പാക്കാനിരുന്ന പുതിയ തീരുവ നയം ഓഗസ്റ്റ് 7-ലേക്ക് മാറ്റിവെച്ചത്. 10 മുതൽ 41% വരെ തീരുവയാണ് വിവിധ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തുക. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% പകരച്ചുങ്കമാണ് അടയ്ക്കേണ്ടി വരിക. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ തുടർച്ചയായുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും ആയുധ വ്യാപാരവുമാണ് ട്രംപിനെ ചൊടിപ്പിച്ച പ്രധാന ഘടകം. അതേസമയം പാകിസ്ഥാനുമായി പുതിയ വ്യാപാര കരാർ ഒപ്പിട്ടതോടെ തീരുവ 29-ൽ നിന്ന് 19% കുറച്ചു. കാനഡയ്ക്ക് മേലുള്ള അമേരിക്കൻ തീരുവ 10% ഉയർത്തി 35%. നിരോധിത മയക്കുമരുന്നുകളുടെ വ്യാപാരം തടയുന്നതിൽ കാനഡ പരാജയപ്പെട്ടതോടെയാണ് തീരുമാനമെന്നാണ് വിശദീകരണം. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശിനും ശ്രീലങ്കയ്ക്കും അമേരിക്ക 20% തീരുവയാണ് ചുമത്തിയത്. പുതിയ നയമനുസരിച്ച് UK-ക്ക് 15%, ദക്ഷിണാഫ്രിക്കയ്ക്ക് 30%, സിറിയയ്ക്ക് 41% താരിഫും ഓഗസ്റ്റ് 7 മുതൽ നിലവിൽ വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.